റെക്കോർഡ് സ്റ്റാർട്ടിംഗ് ആണോ? ഈ പ്ലാന്റ് എന്ന് പറയുന്നത് ഫ്രോസൺ ഫുഡ് മേക്കിംഗ് പ്ലാന്റ്. അത് റെഡി ടു ഈറ്റ് ആയിരിക്കും, റെഡി ടു കുക്ക് ആയിരിക്കും. നമ്മൾ ഫ്രോസൺ ചെയ്തിട്ട് കയറ്റുമതി ചെയ്യുന്ന, എക്സ്പോർട്ട് ചെയ്യുന്ന പ്ലാന്റാണ്. ഇവിടുത്തെ പ്രോസസ്സ് എങ്ങനെ വരുന്നത് വെച്ചാൽ പല പ്രോഡക്റ്റുകളുണ്ട്. നേരത്തെ പറഞ്ഞത് വെജിറ്റബിൾസ്, കോക്കനട്ട്, ടപ്പിയോക്ക, ജാക്ക് ഫ്രൂട്ട് ആൻഡ് അതർ സ്നാക്സ് ഐറ്റംസ്, പിന്നെ സ്പെഷ്യൽ ഐറ്റംസ്. ഇതിനെ നമ്മൾ ഇതിലൊക്കെ റോ മെറ്റീരിയൽസ് നമുക്കൊരു പ്രോസസ് ലിസ്റ്റ് ഉണ്ട്, ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഡക്ഷൻ PPC, പ്രൊഡക്ഷൻ പ്ലാനിങ് കൺട്രോൾ, നമ്മൾ PPC പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യും. ഒരു ദിവസം ഏത് പ്രോഡക്റ്റ് എത്ര ക്വാണ്ടിറ്റി ഇടുന്ന പ്ലാൻ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ റോ മെറ്റീരിയൽസ് നമ്മൾ പ്രൊക്യൂർമെൻറ്റ് നടത്തും. റോ മെറ്റീരിയൽസ് വന്നു കഴിഞ്ഞാൽ ഇതിന് വരുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ റോ മെറ്റീരിയൽസ് വരും. അവിടെ ഇൻസ്പെക്ഷൻ ചെയ്യും. കാരണം റോ മെറ്റീരിയൽസിൽ വല്ല അസാറ്റ്സ് ഉണ്ടോ എന്ന് ഇൻസ്പെക്ട് ചെയ്യും. ഇൻസ്പെക്ട് ചെയ്തിട്ട് നല്ലത് തിരിച്ച് പ്രീ പ്രോസസ് ഏരിയയിലേക്ക് വരും. പ്രീ പ്രോസസ് ഏരിയ എന്ന് പറയുന്നത് അതിനകത്ത് വാഷിംഗ് വരും, ഡീലിംഗ് വരും, അല്ലെങ്കിൽ പ്ലാന്റ്സിന് വട്ടവർ വേണ്ടി വെറ്റായിട്ട് വരുന്ന പ്രോസസ്സൊക്കെ വരും. ഇതെല്ലാം ഹൈജീൻ കണ്ടീഷനിൽ ആളുകൾ ബയോളജിക്കൽ ഇത് എഫക്ട് ചെയ്യാത്ത രീതിയിൽ ഗ്ലൗസും PPCയും എല്ലാം ഉപയോഗിക്കുന്നത് ചെയ്യാം. വെള്ളം RO വാട്ടർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഫിൽറ്റർ വാട്ടർ ഉപയോഗിക്കാനുണ്ട്. അങ്ങനെ അതിനുശേഷം അത് ഫസ്റ്റ് പ്രോസസ്സ്, പ്രീ പ്രോസസ്സ് വരും. അതിലേക്ക് സെക്കൻഡ് പ്രോസസ്സ്, തേർഡ് പ്രോസസ്സ്, ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രോഡക്റ്റ്. പല പ്രോഡക്റ്റും പലതരം പ്രോസസ്സ്. അപ്പോൾ അവിടെ വരുമ്പോൾ ചിലത് കുക്കിംഗ് ആയിരിക്കും, ചിലത് ഷേപ്പിംഗ് അല്ലെങ്കിൽ കട്ടിങ് ആയിരിക്കും, പല ഷേപ്പിൽ കട്ട് ചെയ്യും. അതിനുശേഷം അതിനെ കസ്റ്റമറുടെ ബയറുടെ റിക്വയർമെന്റ് അനുസരിച്ച് പ്രൈമറി പാക്കറ്റിലേക്ക് നമ്മൾ പാക്ക് ചെയ്യും. അത് മേബി 400 gram ആയിരിക്കാം, അല്ലെങ്കിൽ 454, ദാറ്റ് മീൻസ് 1 LP, 2 LP, വാട്ടർ ഇറ്റ് മീൻസ്. ആ പാക്കറ്റുകളിലേക്ക് പാക്ക് ചെയ്യും. പാക്ക് ചെയ്തിട്ട് അതിനകത്ത് പ്ലാസ്റ്റിക് ട്രേയിൽ നമ്മൾ ഇതിനെ കീപ്പ് ചെയ്യും. അതിനകത്തിൽ ആ ട്രേ ഒരു ട്രോളിനകത്ത് വെച്ചിട്ടാണ് ഇതിനെ ഫസ്റ്റ് പ്രോസസ്സ് ചെയ്യുന്നത്. ബ്ലാസ്റ്റ് ഫ്രീസിങ് അല്ലെങ്കിൽ ടണൽ ഫ്രീസിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ പ്രോഡക്റ്റിനെ നമ്മൾ -40°C ഇതിന് ഇത്ര മണിക്കൂർ, അത് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രോഡക്റ്റ് ആണ്. ചിലത് 6 hours ആയിരിക്കും, ചിലത് 8 hours ആയിരിക്കും, ചിലത് 4 hours ആയിരിക്കും. അതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇന്നർ കോർ ടെമ്പറേച്ചർ ഓഫ് ദ പ്രോഡക്റ്റ് ഷുഡ് ബി -80. അതാണ് ഒരു പ്രോഡക്റ്റ് സേഫ് ആയിട്ട് ഇരിക്കാനായിട്ടുള്ളത്. അപ്പോൾ തിയറിറ്റിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട് -80 ഇന്നർ കോർ ടെമ്പറേച്ചർ കിട്ടിയാൽ ആ പ്രോഡക്റ്റ് സേഫ് ആയിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ. അപ്പോൾ അത് ഒരു ടൈം ഫ്രീസറിൽ ഇതെല്ലാം കൂടെ ആയിട്ട് കയറ്റി വെച്ചിട്ട് ഇതിനെ കംപ്ലീറ്റ് ഫ്രീസ് ചെയ്യും. അതിനുശേഷം ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ അതിന് ടെമ്പറേച്ചർ കുറവുണ്ടാവും, ഇന്നർ ഔട്ട് എല്ലാ റിപ്പോർട്ട്സും ഉണ്ടാവും. അതിന് പുറത്ത് എടുത്തിട്ട് അതിനെ സെക്കൻഡറി പാക്കിംഗ് അല്ലെങ്കിൽ ഫൈനൽ പാക്കിംഗ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് ഇത് ലോങ് ജേണി ആയതുകൊണ്ട് ഒരു കാർട്ടണിൽ 400 ഗ്രാമിൻ്റെ അല്ലെങ്കിൽ 500 ഗ്രാമിൻ്റെ അല്ലെങ്കിൽ 1 LPSൻ്റെ ഇത്ര പാക്കറ്റ് വേണമെന്ന് കണക്കുണ്ടാവും. ചിലർക്ക് 12 ചിലർക്ക് 24 ചിലർക്ക് അതിനനുസരിച്ചുള്ള കാർട്ടൺ പാക്കറ്റാണ്. അതിനകത്ത് എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ച് സീൽ ചെയ്തിട്ട് കാർട്ടൻ്റെ മുകളിൽ ലേബലുണ്ടാവും. എന്താ പ്രോഡക്റ്റ് ആർക്കാണ് എങ്ങനെയാണ് ആ ലേബൽ ഇട്ടിട്ട് നമ്മൾ നേരെ കോൾഡ് റൂമിലേക്ക് ഷിഫ്റ്റ്. കോൾഡ് റൂം മീൻസ് സ്റ്റോറാണ്. ആ സ്റ്റോറിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് -18°C to 22° മെയിൻറ്റെയിൻ ചെയ്യും. കാരണം -18°യിലാണ് നമ്മൾ ഇതിനെ ഇന്നർ കോർ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തത്. അപ്പോൾ അത് ഒരുപക്ഷെ അല്പം പുറത്തുനിന്ന് കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷേ സേഫർ സൈഡ് എപ്പോഴും വി ഹാവ് ടു കീപ് ദ മെറ്റീരിയൽ -18. അപ്പോൾ അത് ഈ -18 വെച്ചിട്ട് നമ്മൾക്ക് പ്രൊഡക്ഷനായി ഒരു കണ്ടെയ്നർ 20-50 കണ്ടെയ്നർ അല്ലെങ്കിൽ 40-50 കണ്ടെയ്നറാണ് ഇതിന് വരിക. ഫ്രോസൺ ആണെങ്കിൽ റീഫർ കണ്ടെയ്നർ, ഫ്രോസൺ അല്ലാത്ത ഇതിൽ നോർമൽ കണ്ടെയ്നർ വരിക. റീഫർ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ സെയിം ലൈക്ക് കോൾഡ് അതിൻ്റെ അകത്ത് -18°C സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു കണ്ടെയ്നർ. അപ്പോൾ അതിൽ കുറേ നോട്ട്സ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കണ്ടെയ്നർ വന്നു കഴിഞ്ഞാൽ കണ്ടെയ്നറിൻ്റെ ബാക്ക് സൈഡ് നമ്മുടെ കോൾഡ് റൂമിൻ്റെ അവിടെ ഒരു ഡോക്ക് ഉണ്ടാവും. ആ ഡോക്കിലേക്ക് വന്ന് മുട്ടിക്കും. എന്നിട്ട് ഒരു ചെറിയ ആൻറ്റി റൂം ഉണ്ടാവും. ആൻറ്റി റൂമിൽ വെച്ച് ഇൻഡിവിജ്വലി കണ്ടെയ്നർ ആൻഡ് കോൾഡ് സ്റ്റോറേജ് ഉണ്ടാവും. അവിടെ അധികം സമയം നമുക്ക് കീപ്പ് ചെയ്യില്ല. സാധനം അതിനകത്തേക്ക് ബൈ ഹാൻഡ് അല്ലെങ്കിൽ ബൈ ട്രോളിയിൽ നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ കുറേ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. കണ്ടെയ്നറിനകത്ത് ഇത്ര സ്പേസ് വേണമെന്നുണ്ട്, അല്ലെങ്കിൽ എയർ സർക്കുലേഷൻ കൊടുക്കുക. അപ്പോൾ ആ കണ്ടെയ്നർ ഫുള്ളായിക്കുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും കണ്ടെയ്നർ സ്റ്റാർട്ട് ചെയ്യും. അതിനകത്ത് -80° ആയി കണ്ടെയ്നർ സ്റ്റാർട്ട് ചെയ്യും. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുമ്പോൾ ഓൺ ദി വേയിൽ ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കണ്ടെയ്നറിൽ ജനറേറ്റേഴ്സ് ഒക്കെ വേണം. നിങ്ങൾ ഒരുപാട് മനസ്സിൽ ഈ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് റൂട്ടുകൾ കൊണ്ടുപോകും. എന്നിട്ട് അത് മറ്റേ ഷിപ്പ്യാർഡിൽ അല്ലെങ്കിൽ ടെർമിനലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ പേപ്പർ ക്ലിയർ ആയി കഴിഞ്ഞാൽ അവിടെ കണ്ടെയ്നർ എത്തി താഴെ വെക്കും. അവിടെ ഒരു പ്രത്യേക ഏരിയ താഴെ വെച്ച് കഴിയുമ്പോൾ ഇത് പ്ലഗിങ് ചെയ്യും, ഇലക്ട്രിക്കൽ ഇത് കൊടുക്കും. അപ്പോൾ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. അതിനുശേഷം എല്ലാ ടെമ്പറേച്ചറും വെസലിൽ വന്നു കഴിഞ്ഞു, അതായത് ഷിപ്പ് വന്നു കഴിഞ്ഞു, ഷിപ്പിലേക്ക് ട്രെയിനിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ
ആ സമയത്ത് ഷിപ്പിലെ ക്യാപ്റ്റൻ ഇതിന്റെ ടെമ്പറേച്ചർ നോക്കും. കാരണം ഇത്ര ഡിഗ്രി താഴെയുള്ള കണ്ടെയ്നേഴ്സ് അവർ അതിനകത്ത് കയറ്റാൻ അനുവദിക്കില്ല. കാരണം അത് their own responsibility to keep that container at the particular temperature. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് കേൾക്കുന്നത് ഷിപ്പിൽ ഇത് പ്ലഗ് ചെയ്തിട്ട് എവിടെയാണോ യൂസ് ആണ് യൂസ് ഓസ്ട്രേലിയ, ദുബായ്, എവിടെയാണോ അവിടെ നമ്പർ ഓഫ് ഡേയ്സ് ഉണ്ട്. പല രാജ്യത്തും പലതാണ്. ഇപ്പോൾ ദുബായിക്ക് 15 ദിവസം, യു.എസിൽ പല ചില സ്ഥലങ്ങളിൽ 30, ചില സ്ഥലങ്ങളിൽ 50 ഡേയ്സ് വരെ എത്തുന്ന പല സ്ഥലങ്ങളും. നേരെ അവിടെ ട്രാൻസിറ്റ് ആയിരിക്കും. അവിടെ ചെല്ലുന്നത് വരെ ടെമ്പറേച്ചർ ആയിരിക്കും. അവിടെ നിന്ന് ഇറക്കുമ്പോഴും ജോലിയായിരിക്കും. അവിടെ നിന്ന് അതേ കണ്ടെയ്നറാണ് അവിടുത്തെ ബയർ കൊണ്ടുപോയിട്ട് അവിടെ വാട്ടർ സ്റ്റോറേജ് സ്റ്റോറുണ്ട്, അവിടെ കൊണ്ട് അൺലോഡ് ചെയ്യും. അപ്പോൾ അവിടെ ഇന്ത്യയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അവിടെ നിന്ന് ലോക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ എത്തിക്കുന്നത് ചെറിയ ചെറിയ റേറ്റ് കണ്ടെയ്നർ. അവിടെ നിന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ കാണാം, ഡിമാർട്ടിൽ പോയാൽ കാണാം, ചെറിയ ചെസ്റ്റ് പീസേഴ്സ് നിറഞ്ഞിട്ടുണ്ട്. ഐസ്ക്രീം അങ്ങനെ ഇത് ആ ചെസ്റ്റ് പീസിൻ്റെ അകത്ത് -18 മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നോർമൽ ഫ്രിഡ്ജിലാണ് അതിനകത്ത് ഐസ് അതിനകത്ത് വെച്ച് നോക്കി അവിടുന്ന് ആളുകൾ എടുക്കുന്നത്. കൺസ്യൂമേഴ്സ് അവിടെ നിന്ന് എടുത്താൽ കഴിയുന്നതും പെട്ടെന്ന് വീട്ടിലെത്തിച്ച് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് മുകളിൽ വയ്ക്കാം. ടൈമിങ് അത് സേഫാണ്. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന കുറേ നോൺസ് ഉണ്ട്. ഇത് ചെയ്തപ്പോൾ നമ്മളിപ്പോൾ തേങ്ങാപ്പൂര വാങ്ങി എടുത്തു ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കാം. നമ്മളിപ്പോൾ വീട്ടിൽ ചെയ്യുന്നുണ്ട്. അമ്മമാർ നമ്മളൊക്കെ തേങ്ങ ചിരണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് എന്നിട്ട് നെക്സ്റ്റിലേക്ക് പുറത്ത് വെച്ചിട്ട് അതിന് കുറച്ചെടുത്തിട്ട് വീണ്ടും അങ്ങനെ ഒരിക്കലും വെക്കാൻ പാടില്ല. കാരണം ഒരിക്കൽ തണുപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് മൈക്രോബ്സ് ആയി. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ എത്രയാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ചിലരങ്ങനെ ബുദ്ധിപൂർവ്വം ചെയ്യുന്നുണ്ട്. എങ്ങനെ തേങ്ങാപ്പീരയൊക്കെ കുറച്ച് ചിരണ്ടിട്ട് പല പല പാക്കറ്റുകളാക്കി വയ്ക്കും. അവർ ബുദ്ധിപൂർവ്വം ചെയ്യണം. ഇപ്പം മീറ്റാണെങ്കിലും അങ്ങനെ തന്നെ പല പല പാക്കറ്റുകളാക്കി വെച്ച് വയ്ക്കും. അപ്പോൾ ആവശ്യമുള്ള എടുക്കുമ്പോൾ ഫുൾ കൺസ്യൂം ചെയ്യണം. അല്ലെങ്കിൽ പറ്റും, പക്ഷെ അതിനകത്ത് മൈക്രോബ്സ് ആ ടെമ്പറേച്ചർ പോയാൽ പിന്നെ അത് തിരിച്ചു വയ്ക്കും. ബെറ്റർ ചെയ്യാതെ എടുക്കുന്നത് കംപ്ലീറ്റ് കൺസ്യൂം ചെയ്യാൻ നോക്കാം. അതുകൊണ്ടാണ് ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി എല്ലാവരും വയ്ക്കുന്നത്. പലർക്കും അറിയില്ല. അങ്ങനെ പലതും കേടായിട്ട് അറിയാൻ പറ്റില്ല. ഫ്രിഡ്ജിലാണല്ലോ ഇരുന്ന് കേടായി തീരുമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഫ്രോസൺ ഫുഡ്സ് യൂസ് ചെയ്യുന്നതിന് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുക. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നോ പ്രിസർവേറ്റീവ്സ്, നോ അഡിറ്റീവ്സ്, നോ കളർ. അതിൻ്റെ ആവശ്യമില്ല. ഇത് ഫ്രോസൺ ആയതുകൊണ്ട് ഇത് പലർക്കും അറിയില്ല. ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമൊന്നുമല്ല. എല്ലാവരും ഫോറിൻ കൺട്രീസിൽ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ അവർക്കൊക്കെ എപ്പോഴും അസുഖങ്ങൾ വരേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് ശരിയായ രീതിയിൽ ശരിയായ നോംസ് FSSAIയുടെ നോംസോട് കൂടി ഈ സാധനം ഉണ്ടാക്കി കൃത്യമായിട്ട് കൊടുത്താൽ ഡോക്യുമെന്റേഷനോട് കൊടുക്കണം. അതായത് ഇതിന് ട്രേസബിലിറ്റി എന്നൊരു സംഭവമുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. മാർക്കറ്റിൽ നിങ്ങൾ വാങ്ങുന്ന ഒരു പ്രോഡക്റ്റിനെ തിരിച്ച് ട്രേസ് ചെയ്യാൻ പറ്റണം. ഇത് എവിടെ നിന്നുണ്ടാക്കി, ഏതിലെ വന്നു, അതിനാണ് ബാച്ച് കോഡ് കൊടുക്കുന്നത്. ഏത് റോ മെറ്റീരിയലിൽ നിന്നുണ്ടാക്കി. ഫോറൻ മെത്തേഡ്സ് പഠിച്ചില്ല, മാൻ മെഷീൻ മെത്തേഡ് മണി എന്നൊക്കെ പറഞ്ഞിട്ട് ആയിട്ടില്ല. അപ്പം അത് ഒരു പ്രോഡക്റ്റിനെ പോയിട്ട് മോശമാവാൻ പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ ആൾക്കാരെ കുഴപ്പമുണ്ടാവും, ചിലപ്പോൾ റോ മെറ്റീരിയലിന് കുഴപ്പമുണ്ടാവും, മെറ്റീരിയൽ, പിന്നെ അതുപോലെ ചിലപ്പോൾ ഇന്ത്യയിൽ സ്റ്റോറേജിന് കുഴപ്പമുണ്ടാവും. അങ്ങനെ എവിടെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡോക്യുമെന്റേഷൻ നമ്മുടെ പ്രോസസ്സിൽ വേണം. അതുകൊണ്ടാണ് ഫുഡ് ഇൻഡസ്ട്രിയിൽ ഡോക്യുമെന്റേഷൻ മസ്റ്റാണ്. FSSAIയുടെ ISO 20018 ആണ് നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. നമ്മളവിടെ പഠിച്ചിട്ടൊന്നും കഴിയില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ട്. ഓക്കെ, താങ്ക് യു.